ഭരണം പിടിക്കാൻ കോൺഗ്രസ് CPM അവിശുദ്ധ കൂട്ടുകെട്ട് തൃപ്പൂണിത്തുറയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ NDAക്കെതിരെയാണ് ഇന്ത്യ സഖ്യം ഒന്നിക്കുന്നത്. കേവല ഭൂരിപക്ഷമില്ലാത്ത CPM ഭരിക്കാൻ കോൺഗ്രസ് പിന്തുണ തേടിയിരിക്കുകയാണ്. നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഭരണം പിടിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് കോൺഗ്രസ് CPM അവിശുദ്ധ കൂട്ടുകെട്ട് തൃപ്പൂണിത്തുറയിൽ നടപ്പിൽ വരുത്താൻ പോകുന്നു എന്നുള്ളത്. എന്താണ് അവരുടെ പദ്ധതി? രോഹിണി, തൃപ്പൂണിത്തുറയിൽ LDFന് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റൊരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയിൽ ഭരണം പിടിക്കാൻ, അതായത് NDA ഭരണം അട്ടിമറിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ഈ CPM-ഉം കോൺഗ്രസും പോകുന്നത്. കാരണം ഈ NDA ഭരണത്തിൽ വരാതിരിക്കാനായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് പോവുകയാണ് CPM-ഉം കോൺഗ്രസും CPM-ഉം ചേർന്നുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായെങ്കിൽ മാത്രമേ അവിടെ ഭരണം പിടിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഏറ്റവും വലിയ തൃപ്പൂണിത്തുറ നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് NDA. തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDAക്ക് 21 സീറ്റാണ് ലഭിച്ചത്. NDAക്ക് 21-ഉം LDFന് 20-ഉം ഒപ്പം തന്നെ UDFന് 12 സീറ്റ്. ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ് തൃപ്പൂണിത്തുറ നഗരസഭയിലേത്. പാലക്കാട് പോലെയല്ല ഇവിടുത്തെ സാഹചര്യം. കാരണം ഒരു സ്വതന്ത്രൻ പോലും ജയിക്കാത്തൊരു നഗരസഭ കൂടിയാണ് തൃപ്പൂണിത്തുറ നഗരസഭ. അതുകൊണ്ട് തന്നെ NDA ഭരണം അട്ടിമറിക്കണമെങ്കിൽ ഇത്തരത്തിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് CPM-ഉം കോൺഗ്രസും എത്തിയാൽ മാത്രമേ അവരുടെ ആ ഒരു അജണ്ട നടപ്പാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഭരണം പിടിക്കാൻ, തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഭരണം പിടിക്കാനായി CPM കോൺഗ്രസിന്റെ പിന്തുണ തേടിയിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് ആണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ രാഷ്ട്രീയ ശത്രുവിന് കൈകൊടുത്താൽ അത് UDFന് വലിയ തിരിച്ചടി തന്നെയാകും ഉണ്ടാകുക. എന്തായാലും ഏത് രീതിയിലും NDA ഭരണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ തൃപ്പൂണിത്തുറ നഗരസഭയിൽ CPM നടത്തുന്നത്. കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. എന്തായാലും ഇവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഒരു സ്വതന്ത്രൻ പോലും പിന്തുണയ്ക്കാനില്ല എന്ന ഒരു കാര്യം. എന്തായാലും ആ രീതിയിലാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ കാര്യങ്ങൾ പോകുന്നത്. BJP ഇതിനെ പരിഹസിച്ച് തള്ളിയിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ശത്രുവിനെ കൂട്ടുപിടിച്ച് UDFനാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഇത്രയും ഇടങ്ങളിൽ കേരളത്തിലാകെ വിജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ ശത്രുവിനെ കൂട്ടുപിടിച്ച് ഭരണം നേടാൻ ശ്രമിച്ചാൽ, ആ ഒരു ഭരണത്തിലേറാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ NDA തകർക്കാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് കോൺഗ്രസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ തൃശങ്കുവിലായിരിക്കുകയാണ് UDF ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ. എന്തായാലും ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. NDA ഭരണത്തിൽ വരാതിരിക്കാനായി ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തൃപ്പൂണിത്തുറയിൽ അതിനുള്ള രഹസ്യ ചർച്ചകളും ധാരണകളും യോഗങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ UDF ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. NDA ഭരണത്തിലേറാതിരിക്കാനായി ഇത്തരത്തിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടിനാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ കോൺഗ്രസും CPM-ഉം ശ്രമിക്കുന്നത്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നഗരസഭ